ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെ ആരോ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന് ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്ന മഹി വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. തുടർന്ന് മാർക്കോയെ വിളിക്കുന്നു. കണ്ണന് കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിയുന്നുണ്ടെങ്കിലും സിദ്ധിയായിട്ടുള്ള അമ്മയുടെ വാക്കുകൾ ഉള്ളിൽ കിടപ്പുള്ളത് തന്നെ മഹിയുടെ മനസ്സിലെ ആധി വിട്ടൊഴിയുന്നില്ല. താൻ അയ്യപ്പസ്വാമിക്ക് മുന്നിൽ കൊളുത്തി വെച്ച കെടാവിളക്ക് അണഞ്ഞിരിക്കുന്നത് കൂടി കാണുമ്പോൾ വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് മഹി. പിന്നീട് വാടക കൊലയാളികളാണെങ്കിൽ കാട്ടിൽ വെച്ച് 2 തവണ കണ്ണനെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ മാർക്കോ അതിൽ നിന്നെല്ലാം കണ്ണനെ രക്ഷപ്പെടുത്തുകയും ആ ഗുണ്ടകളെ കൊക്കയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ കണ്ണൻ്റെ വലത് കാലിനുണ്ടായിരുന്ന മുടന്ത് മാറുകയും ചെയ്യുന്നു. അങ്ങനെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് അവർ ശരണം വിളിയോടുകൂടി ശബരിമല യാത്ര തുടരുന്നു. ഇതേ സമയം ശത്രുക്കളാണെങ്കിൽ കണ്ണൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല, വാടക കൊലയാളികൾ കണ്ണനെ തീർത്തു കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. പിന്നീട് ദുർഗ മഞ്ജുവിൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് ചായയിൽ വൈദ്യൻ കൊടുത്തുവിട്ട മരുന്ന് കലർത്തുന്നു. അപ്പോൾ അവരുടെ ഈ പദ്ധതി മറഞ്ഞു നിന്ന് മനസ്സിലാക്കുന്ന മഞ്ജു ആണെങ്കിൽ കരുണയും ദുർഗയും കാണാതെ ആ ചായ കളയുന്നുണ്ട്. ശേഷം സ്വന്തം പേരക്കുഞ്ഞിനെയാണ് അമ്മ ഇല്ലാതാക്കാൻ നോക്കിയത്, അതുകൊണ്ട് കണ്ണേട്ടൻ തിരിച്ചു വരുന്നത് വരെ ഏട്ടത്തി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്, അല്ലെങ്കിൽ അന്ന് പായസത്തിൽ വിഷം ചേർത്ത് ഏട്ടത്തിയെ കൊലപ്പെടുത്തിയാൻ നോക്കിയതുപോലെ അവർ മറ്റെന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് മഹി. കണ്ണേട്ടൻ സന്നിധാനത്തെത്തി ദർശനം നടത്തിയിരിക്കുമോ, ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു ആശങ്കയും ഇതേ സമയം മഹിയുടെ മനസ്സിലുണ്ട്. എന്തായാലും കൊലയാളികളോട് ഫോണിലൂടെയുള്ള സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇതിനകം കണ്ണനെയും മാർക്കോയെയും സാഗറിനെയും തീർത്തു കാണും, മാർക്കോയുടെ ചങ്കായ ലോപ്പസിനെയും തീർത്തു കാണും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പ്രതാപനും മേഘനും. പിന്നീട് ഉണ്ണിയോടായിട്ട് കരുണ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു വിട്ടവന്മാർ ഇപ്പോൾ അയാളെയും സാഗറിനെയും മാർക്കോയെയും കൊന്ന് കൊക്കയിലേക്ക് തള്ളിക്കാണും. മേഘേട്ടൻ അത്ര പ്രതീക്ഷയിലാണ്. പിന്നെ ഇത്തവണ ഇത് പോലീസ് കേസാവും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഒന്നാമത് കാട്ടിൽ വെച്ച് മാത്രമല്ല അയാൾ വീൽ ചെയറിലാണല്ലോ സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കാല് തെറ്റി കൊക്കയിലേക്ക് വീണു എന്ന് എല്ലാവരും കരുതൂ. അവരുടെ പൊടി പോലും ഇനി ആരും കാണില്ല. ലക്ഷ്മിക്ക് അവളുടെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി പോലും കാണാൻ കഴിയില്ല. ഇനി ഉണ്ണിയേട്ടൻ അവളുടെ കൂലിക്കാരനൊന്നും അല്ല, കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD ആവണം, കമ്പനി നമ്മുടെ അണ്ടറിൽ കൊണ്ടുവരണം. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളെയും നമുക്ക് അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതുപോലെ പലതവണ നമ്മൾ മനക്കോട്ട കെട്ടിയിട്ടുണ്ട് കരുണേ. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഒരു സുപ്രഭാതത്തിൽ അയാളും അവരും ഈ വീട്ടിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എന്തായാലും മേഘേട്ടൻ പറഞ്ഞു വിട്ടവന്മാരുടെ വിളി വരട്ടെ, എന്നിട്ട് സന്തോഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. പിന്നീട് മുത്തശ്ശി പ്രതാപൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, അവന്മാരുടെ വിവരമൊന്നും ഇല്ലല്ലോ പ്രതാപ, ഇന്നലെ രാത്രി അവരെ തീർത്തിരെങ്കിൽ ഇതിനകം വിളി വരേണ്ട സമയം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതാമ്മേ ഞാനും ആലോചിക്കുന്നത്. ചിലപ്പോൾ അവന്മാർ നേരിട്ട് വന്ന് മേഘനെ വിവരം അറിയിക്കാനായിരിക്കും. ഇത്തവണ അവന് പിഴവ് സംഭവിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് തടിമാടന്മാരെയാണ് മേഘൻ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഇനി അവന്മാരെ തല്ലി തോൽപ്പിച്ച് മാർക്കോ കണ്ണനെ രക്ഷപ്പെടുത്തിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവനൊരു സാധാരണ മനുഷ്യനല്ല എന്നുള്ള കാര്യം. കാരണം ഗുണ്ടകളൊക്കെ അത്ര ശക്തിയുള്ളവരാണെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ കണ്ണൻ മരിച്ചു എന്നുള്ള ഒരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവുമോ പ്രതാപ? ഇല്ലെങ്കിൽ പിന്നെ കരുണമോളുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും എന്ന് പറയുമ്പോൾ എന്തായാലും ഇന്ന് ഒരു ദിവസം കൂടി നോക്കാം, എന്നിട്ടും അവന്മാരെ വിളിച്ചില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് കരുണയും ദുർഗയും കൂടിയിട്ട് അമ്പലത്തിലെത്തുന്നു. അപ്പോൾ ഗണപതി ഭഗവാനോട് കണ്ണൻ ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ, അവരുടെ വഴിയിൽ വിഘ്നങ്ങൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. മലയ്ക്ക് പോയവരുടെ യാത്രയിൽ വിഘ്നങ്ങൾ മാത്രം ഉണ്ടാവണേ, അവർ മടങ്ങി വരരുതേ എന്നെല്ലാം ഗണപതി ഭഗവാന് മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ദുർഗ. എൻ്റെ കുഞ്ഞു പോയി, അതിൻ്റെ വേദന തീരണമെങ്കിൽ അയാളും അയാളുടെ കൂടെ പോയവരും ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. ലക്ഷ്മി അവൾ കരഞ്ഞു കരഞ്ഞ് തീരുന്നത് എനിക്ക് നീ കാണിച്ചു തരണം എന്നെല്ലാം ഭഗവാന്റെ മുന്നിൽ നിന്ന് കരുണയും പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം കണ്ണൻ ഇപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി കാണും അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. ഇനി കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടക്കും. ആ മാർക്കോയും സാഗറും ഒക്കെ അവനോടൊപ്പം തീർന്നു കാണും. മഞ്ജുവിൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞുകൂടി പോകുന്നതോടെ മഞ്ജുവിന് ഇനി നമ്മൾ മാത്രമായിരിക്കും ആശ്രയം. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു തിരുത്തി മേഘൻ്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടണം. പിന്നെ മോളും ഉണ്ണിയും കൂടി വേണം കമ്പനി ഭരിക്കാൻ. മഹാലക്ഷ്മി അവളെയും അവൾ പൂജിക്കുന്ന അയ്യപ്പ വിഗ്രഹം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം എന്നെല്ലാം ദുർഗ പറയുന്ന സമയത്ത് തന്നെ അവിടെ അമ്പലത്തിലെ മണി മുഴങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതും
നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് അമ്മേ. അതാണ് ഈ മണി മുഴങ്ങുന്നത് നമ്മൾ കേട്ടത് എന്നെല്ലാം കരുണ പറയുമ്പോൾ അവൾക്കുള്ള മരണമണി മുഴങ്ങിക്കഴിഞ്ഞു എന്ന് ദുർഗയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മാർക്കോയും സാഗരൻ ലോപ്പസും പമ്പ വഴി ശബരിമലയിലെത്തി നിറമാല തൊഴുത് മല ഇറങ്ങുന്നു. അപ്പോൾ അവിടെ വെച്ച് സന്നിധാനത്ത് വെച്ച് കണ്ണൻ്റെ ഒരു ഫോട്ടോയും അവരൊരുമിച്ചുള്ള ഒരു സെൽഫിയൊക്കെ അവരെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് മഹാലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമുള്ള തൻ്റെ ആ ഒരു ആഗ്രഹം അയ്യപ്പസ്വാമിയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കണ്ണൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം തൻ്റെ ഫോണിലൊരു മെസ്സേജ് വരുന്നത് കാണുന്ന മഹിയാണെങ്കിൽ അതെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ ആ ഫോട്ടോ കണ്ട് സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ട് ശരിക്കും കണ്ണുകൾ സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മഹിയുടെ. അപ്പോൾ തനിക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കൂടി കണ്ണനെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് മഞ്ജു വേഗം തന്നെ മഹി വേഗം തന്നെ മഞ്ജുവിനെയോടും ഈ വാർത്ത പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ, ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് അറിയില്ല എന്നെല്ലാം മഹി പറയുമ്പോൾ എന്തായാലും അവർ ആപത്തൊന്നും കൂടാതെ ദർശനം കഴിഞ്ഞിറങ്ങിയില്ലേ ഏട്ടത്തി, ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിയാണെങ്കിലും വളരെയധികം സന്തോഷിക്കുകയാണ്. അങ്ങനെ അവർ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ കരുണയും ദുർഗയും കൂടി അമ്പലത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ദുർഗയാണെങ്കിൽ എന്താടി അവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ, അവൻ ആപത്തൊന്നും കൂടാതെ ദർശനം കഴിഞ്ഞ് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാനും പോളും ഗണപതി ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചത് എന്നെല്ലാം പറയുമ്പോൾ കണ്ണേട്ടൻ മടങ്ങി വരണം എന്നല്ല, മടങ്ങി വരരുതേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും നിങ്ങൾ പോയത്. എന്നാൽ കേട്ടോ, നിങ്ങളുടെ ആഗ്രഹമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം കണ്ണേട്ടനും മാർക്കോയും സാഗറും ലോപ്പസും ഒക്കെ സന്നിധാനത്തെത്തി നിർമാല്യം തൊഴുത് മലയിറങ്ങി കഴിഞ്ഞു. അതിൻ്റെ ഫോട്ടോ കണ്ണേട്ടൻ എനിക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊന്നും ഒരു ദൈവവും കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അയച്ചിട്ടുള്ള ആ ഫോട്ടോ മഹാലക്ഷ്മി അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ട് ശരിക്കും ഞെട്ടിത്തെറിച്ച് പോവുകയാണ് ദുർഗയും ഉണ്ണിയും കരുണയും. അങ്ങനെ ശത്രുക്കൾക്ക് ഇത്തവണയും ഗംഭീര ഒരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്